നമ്മൾ ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ സംഭവിച്ചേക്കാവുന്ന അതിവിശിഷ്ടമായ ചില സ്വലാത്തുകളുടെ പദങ്ങളും മഹത്വങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. പൂർണ്ണമായിട്ട് നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല. ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് വിശദീകരിക്കുന്നത്. ഈ സ്വലാത്തുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് പതിവാക്കുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവലംബവും. ദുനിയാവിലും ആഖിറത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഹബീബായ തങ്ങളെ കൊണ്ടല്ലാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുത്തുനബി തങ്ങൾ അങ്ങേയറ്റം റഹ്മത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അയച്ചിട്ടുള്ളത്. അത് ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ നമുക്ക് ഹബീബായ തങ്ങളിലൂടെയാണ് എല്ലാം ഉള്ളത്. ഹബീബായ തങ്ങളാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ സ്വലാത്തിന്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇന്നലെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും എഴുതി അറിയിച്ചു എനിക്ക് മദീനയിൽ എത്തണം എന്നുള്ളത്. അതുപോലെ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണല്ലോ. ഇന്ന് നിങ്ങൾ എല്ലാവരും എഴുതേണ്ടത് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പോയവർക്ക് ഇനിയും പോവാൻ സാധിക്കണം, പോകാത്തവർക്ക് ആ മണ്ണ് കാണാനുള്ള ഭാഗ്യം ലഭിക്കണം. നമ്മൾ ഈ സ്വലാത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്തരം നല്ല നിയ്യത്തുകളാകുമ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കാരണമാകും. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഈ സ്വലാത്ത് ഇബ്രാഹിമിയ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക്കൽ ഉമ്മിയ്യ വ നബിയിക നബിയിൽ ഉമ്മിയ്യ ഉണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ്യ ഉണ്ട്. അതേപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മിയ്യ വ അലാ ആലിഹി വ സ്വഹ്ബിഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്തുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നലെ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്. അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് നമുക്കൊക്കെ അറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തി എന്ന് പറയുന്ന സ്വലാത്ത്. പിന്നെ നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മാത്രമാണ് ബുക്കിങ്ങിന് വിളിക്കേണ്ടത്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചൊവ്വാഴ്ച കാണാനുള്ള അവസരം ഉണ്ടായിരിക്കാം. ഇൻഷാ അല്ലാഹ് സമയം പാലിച്ച് മാത്രം വിളിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തി. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും അതേപോലെ തന്നെ അവിടുത്തെ വ അലാ ആലി മുഹമ്മദ് അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും വ അലാ അഹ്ലി ബൈത്തി അവിടുത്തെ വീട്ടുകാരുടെ മേലിലും നീ സ്വലാത്തുകൾ വർഷിപ്പിക്കണമേ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണത്. ഈ സ്വലാത്ത് ദിനം പ്രതി 100 തവണ ചൊല്ലിയാൽ 100 ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അതിൽ 30 ആവശ്യങ്ങൾ ഇഹലോകത്തെ ആവശ്യങ്ങളും 70 ആവശ്യങ്ങൾ പരലോകത്തെ ആവശ്യങ്ങളുമായിരിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു പരിചയപ്പെടുത്തിയ വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തി എന്ന് പറയുന്ന സ്വലാത്ത്. എളുപ്പമാണ് ഇത് ചൊല്ലാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് വ അലാ അഹ്ലി ബൈത്തിഹി. നല്ല എളുപ്പമായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന നല്ല ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. അല്ലാഹു നമുക്ക് ചൊല്ലാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു സ്വലാത്താണ്. ഇതിന്റെയൊക്കെ സ്വലാത്തിന്റെ പദങ്ങൾ ഇൻഷാ അല്ലാഹ് അതിന്റെ ഇമേജ് നിങ്ങൾക്ക് നോക്കി ചൊല്ലാനുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ID ഉണ്ട്. നിങ്ങൾ അതിൽ നോക്കി ക്ലിക്ക് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നോക്കിയാൽ ഈ സ്വലാത്തിന്റെ ഓരോന്നിന്റെയും പദങ്ങൾ കൃത്യമായിട്ടുണ്ട്. സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്കത് നോക്കിയിട്ട് ചൊല്ലാവുന്നതാണ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാം. നല്ല സമയങ്ങളും അവസരങ്ങളൊക്കെ വരുമ്പോൾ സ്വലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലാം. അതേപോലെയുള്ള ഒരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ഫിൽ അവ്വലീൻ വസ്വല്ലി അലാ മുഹമ്മദിൻ ഫിൽ ആഖിരീൻ വസ്വല്ലി അലാ മുഹമ്മദിൻ ഫിൻ നബിയ്യീൻ വസ്വല്ലി അലാ മുഹമ്മദിൻ ഫിൽ മുർസലീൻ വസ്വല്ലി അലാ മുഹമ്മദിൻ ഫിൽ മലഇൽ അഅ്ലാ ഇലാ യൗമിദ്ദീൻ. നല്ല സ്വലാത്താണ്. ഇത് അറിയാത്തവരുണ്ടാവും. നോക്കി ചൊല്ലുമ്പോൾ നല്ല റാഹത്തോടുകൂടെ നമുക്ക് ചൊല്ലാൻ പറ്റും. എങ്ങനെ ചൊല്ലണ്ടേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ഫിൽ അവ്വലീൻ വസ്വല്ലി അലാ മുഹമ്മദിൻ ഫിൽ ആഖിരീൻ വസ്വല്ലി അലാ മുഹമ്മദിൻ ഫിൻ നബിയ്യീൻ വസ്വല്ലി അലാ മുഹമ്മദിൻ ഫിൽ മുർസലീൻ വസ്വല്ലി അലാ മുഹമ്മദിൻ ഫിൽ മലഇൽ അഅ്ലാ ഇലാ യൗമിദ്ദീൻ. നല്ല വളരെയധികം ഒരുപാട് പദങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ അംബിയാഇനെയും മുർസലുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ല ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. അല്ലാഹുവേ എന്ന് പറഞ്ഞ് നമ്മൾ
നമ്മൾ ആ സ്വലാത്ത് ചൊല്ലുകയാണ്. ഇതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കുമ്പോൾ സമയം ദീർഘമാകുമെന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഇപ്പൊ വിശദീകരിക്കാത്തത്. ചെറിയ പദങ്ങളുടെയൊക്കെ അർത്ഥം പറഞ്ഞു പോകുന്നത്. ഏതായാലും എല്ലാ അംബിയ ഇനി മുർസലുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്തിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത്, ഇത് ഒരാൾ ഈ സ്വലാത്ത് പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയും മായ്ച്ചു കൊടുക്കുകയും ജീവിതം എന്നും സന്തോഷകരമാകുകയും ചെയ്യുന്നതാണ്. അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കപ്പെടാൻ അത് കാരണമാകും. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമാകും. തന്റെ പ്രതിയോഗികൾക്കെതിരെ സഹായം അവന് ലഭിക്കുന്നതുമാണ്. വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്. അഫ്ളലുസ് സ്വലവാത്ത് എന്ന് പറയുന്ന കിതാബിൽ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടവർക്ക് ഇൻഷാല്ലാഹ് കിതാബ് നോക്കി അറബി വായിച്ച് മനസ്സിലാക്കി അത് കൃത്യമായി അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാവുന്നതാണ്. മറ്റൊരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഔലാദിഹി വഅസ്വാജിഹി വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി വഅസ്ഹാരിഹി വഅശിയാഇഹി വമുഹിബ്ബിഹി വഉമ്മത്തിഹി വഅലൈനാ മഅഹും അജ്മഈൻ യാ അർഹമർ റഹീമീൻ. നല്ല ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും അവിടുത്തെ മക്കളുടെ മേലിലും അവിടുത്തെ അസ്വാജിന്റെ പേരിലും അവിടുത്തെ ദുരിയത്തിന്റെ പേരിലും അഹ്ലു ബൈത്തിന്റെ പേരിലും അങ്ങനെ തുടങ്ങി മുഹിബ്ബീങ്ങളുടെ ഈ ഉമ്മത്തിന്റെ ഒക്കെ പേരില് അള്ളാഹുവിന്റെ ഗുണം സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള നേട്ടം എന്ന് പറയുന്നത്, ഹൗദിൽ നിന്ന് പൂർണ്ണമായൊരു കപ്പ് പാനീയം കുടിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരാരെങ്കിലും ഉണ്ടോ അവർ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ എന്നാണ് മഹാന്മാർ പറയുന്നത്. ഈ സ്വലാത്ത് കൊണ്ടുള്ള നേട്ടം അതാണ്. അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ ഒരു കപ്പ് പൂർണ്ണമായും പാനം ചെയ്യാൻ അത് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സ്വലാത്ത് ധാരാളമായി ചൊല്ലിക്കൊള്ളട്ടെ. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഔലാദിഹി വഅസ്വാജിഹി വദുർരിയ്യതിഹി وأهل بيته وأصهاره وأشيائه ومحبه وأمته وعلينا معهم أجمعين يا أرحم الراحمين. നല്ല ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. ഇൻഷാല്ലാഹ് എല്ലാ സ്വലാത്തുകളും ഒരു തവണയെങ്കിലുമൊക്കെ പതിവാക്കാം. മറ്റൊരു സ്വലാത്താണ് നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ്, നിങ്ങൾക്ക് പരിചയമുള്ള സ്വലാത്തായിരിക്കും. നമ്മുടെ മങ്കൂസ് മൗലിദ് ഉൾപ്പെടെയുള്ള ചില മൗലിദുകളിലൊക്കെ ഈ സ്വലാത്ത് അതിന്റെ ദുആയിൽ കൊണ്ടുവന്നിട്ടുള്ള സ്വലാത്താണ്. നമ്മൾ ഈ സ്വലാത്തിനെ കുറിച്ച് മുമ്പ് വിശദീകരിച്ചിട്ടുമുണ്ട്. സ്വലാത്തുൽ മുൻജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത് കൂടെയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. നല്ല ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. മൗലിദുകൾ എഴുതുമ്പോൾ മൗലിദുകളുടെ അവസാന ഭാഗങ്ങളിൽ ദുആഇനെ കൊണ്ടുവരുമ്പോൾ ദുആ തുടങ്ങുന്നത് ഈ സ്വലാത്ത് കൊണ്ടാണ്. സ്വലാത്തുൽ മുൻജിയ എന്നാണ് ഈ സ്വലാത്തിന്റെ പേര്. നല്ല അർത്ഥങ്ങളുള്ള സ്വലാത്താണ്. ഇതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാഹുവേ അല്ലാഹുവേ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലെ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്നും ഭീതികളിൽ നിന്നും ആ സ്വലാത്ത് കാരണം നീ ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള ദുആയാണ്. രക്ഷിക്കണേ എന്നുള്ള ദുആയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണം നീ പൂർത്തീകരിച്ചു തരണേ. എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണം ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ. അതാണ് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇ സയ്യിആത്ത്. അതേപോലെ തന്നെ എല്ലാ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണം നിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെ നീ ഉയർത്തുകയും ചെയ്യണേ.
അതേപോലെ തന്നെ ഉന്നതമായ ദറജകളിലേക്ക് ഞങ്ങൾ നീ ഉയർത്തണേ എന്നാണ് അതിന്റെ അർത്ഥം. സ്വലാത്ത് കാരണം നീ ജീവിതകാലത്തും മരണാനന്തരവും നന്മകളെല്ലാം പരമാവധി ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ശ്രേഷ്ഠതയുള്ള വളരെയധികം പവിത്രതയുള്ള സ്വലാത്താണ് ഇത്. ധാരാളം പ്രാവശ്യം ചൊല്ലുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് വിഷമങ്ങളെ തൊട്ടൊക്കെ രക്ഷ നേടാൻ ഈ സ്വലാത്ത് 1000 തവണ ചൊല്ലുന്നുവെങ്കിൽ അള്ളാഹു പ്രത്യേകമായൊരു ഹിഫ്ള് അവന് നൽകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിപത്ത് ആഫത്ത് മുസീബത്തുകളൊക്കെ നമ്മിലേക്ക് എത്തുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, അവര് ഒരിക്കൽ ഒരു കടൽ യാത്രയിലായിരിക്കും, അതിശക്തമായിട്ട് കാറ്റടിച്ചു എന്നാണ്. ശക്തമായ കാറ്റിലും കോളിലും പെട്ടു. അത്തരമൊരു കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് യാത്ര തുടരുക എന്നുള്ളത് തന്നെ വളരെ ചുരുക്കമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. അങ്ങനെയുള്ളൊരു അവസരത്തിലൂടെ അവര് കടന്നു പോകുമ്പോ കപ്പൽ യാത്രികരൊക്കെ അട്ടഹസിക്കാൻ തുടങ്ങി. അന്നേരം ആ സമയത്ത് അവരുടെ കണ്ണുകൾക്ക് മയക്കം വന്നു. അങ്ങനെ മയക്കം വന്നപ്പോ അവർ ഉറങ്ങിപ്പോയപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് സ്വപ്നത്തിൽ പറഞ്ഞു, നീ യാത്രക്കാരോട് ഈ സ്വലാത്ത് 1000 തവണ ചൊല്ലാൻ വേണ്ടി പറയുക. ഞെട്ടിയുണർന്നു. യാത്രക്കാരോട് സ്വപ്ന വിവരം പറഞ്ഞു. അങ്ങനെ ആ സ്വലാത്ത് അവർ ചൊല്ലി 300 തവണ ചൊല്ലിയപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി എന്ന് ഈ സ്വലാത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഭാഗത്ത് മഹാന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ ഈ സ്വലാത്ത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം വലിയ പ്രസിദ്ധി ആർജിച്ചതാണ്. അപ്പൊ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയെടുത്തു നിന്ന് രക്ഷപ്പെടാൻ ഈ സ്വലാത്തുൽ മുൻജിയ കാരണമാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില മഹാന്മാർ പറയുന്നുണ്ട്, നാട്ടിൽ പ്ലേഗ് രോഗം ബാധിച്ച സമയത്ത് ധാരാളമായി ഇത് ചൊല്ലിയപ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടായി. അങ്ങനെ സുരക്ഷിതത്വം ലഭിക്കും. യാത്രാവേളകളിലും ഇത് ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. 500 തവണ ചൊല്ലുന്നുവെങ്കിൽ ഉദ്ദേശം പോലെ ഐശ്വര്യവും സമ്പാദ്യവും വരും. ഇക്കാര്യങ്ങളെല്ലാം പരീക്ഷിച്ച് ബോധ്യപ്പെട്ടതാണെന്ന് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സ്വലാത്ത് നല്ല റാഹത്തോടുകൂടെ നല്ല നീയത്തോടുകൂടെ ചൊല്ലുക. അതുകൊണ്ടാണ് നമ്മൾ മങ്കൂസ് മൗലിദ് പോലെയുള്ള മൗലിദുകളൊക്കെ രചിക്കാനുള്ള കാരണം പറഞ്ഞത്. നാട്ടിൽ ധാരാളമായിട്ട് വസൂരിയും കോളറയൊക്കെ പിടിപെട്ടപ്പോ ഓരോ നാടുകളിലും ഖബറടക്കി പള്ളിക്കാട്ടിലെ ഖബറടക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും രൂപത്തില് ആളുകൾ മരിച്ചു കുന്നുകൂടിയപ്പോ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ ആളുകളൊക്കെ പള്ളിയിലുള്ള മഹാന്മാരാകുന്ന സൂഫിയാക്കളുടെ അടുക്കലേക്ക് ചെന്നപ്പോ അവര് ഒരു മൗലിദ് രചിച്ചു കൊടുത്തു. അങ്ങനെ ആ മൗലിദ് അവരോതി. അങ്ങനെ മൗലിദ് ഓതിയിട്ട് അതിൽ ദുആ ചെയ്യുമ്പോ ആ ദുആയിൽ മഹാന്മാർ കൊണ്ടുവന്ന സ്വലാത്ത് ഈ സ്വലാത്താകാനുള്ള കാരണവും കൂടെ അതാണ്. അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ സ്വലാത്ത് എന്തായാലും കാണാതെ പഠിച്ച് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്താണ്. നാട്ടിലൊക്കെ അത്രയും വലിയ മാരകമായ രോഗങ്ങൾ വന്നപ്പോൾ ആ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ സ്വലാത്ത് കാരണമായിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴുണ്ട്, നിങ്ങൾക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ ഒരു ഭാഗത്ത് നിങ്ങൾ ആ പള്ളി കണ്ടിട്ടുണ്ടോ? ഞാൻ അതിന്റെ പേര് പറയാത്തത് ഇത് പരിചയം ഉള്ള ആളുകളെ എഴുതി അറിയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലെ ഒരു പള്ളിക്കാടും ഒരു ഖബർസ്ഥാനും ഒരു പള്ളിയും പ്രസിദ്ധമാണ്. ഏത് വിഷയത്തിലാണ് പ്രസിദ്ധം? അതാ പള്ളിക്കാട്ടിൽ ഇങ്ങനെ വസൂരിയും കോളറയും പിടിപെട്ട് ആളുകളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടപ്പോ അവിടെയാണ് എല്ലാവരെയും കൊണ്ടുവന്ന് മറമാടിയിട്ടുള്ളത്. എവിടെയെന്നറിയോ? നിങ്ങൾക്ക് അറിയുന്നവർ എഴുതി അറിയിക്കുക. നമ്മൾക്ക് സാധാരണ പോകുന്ന സ്ഥലങ്ങളായിരിക്കും അത്. അവിടെയാണ് മറമാടിയത്. ഇന്ന് വളരെ മനോഹരമായിട്ട് അവിടെ ഓരോ പ്ലോട്ടുകളും ഇന്ന വർഷത്തിൽ മരണപ്പെട്ടവർ ഈ ഭാഗത്ത്, ഇന്ന വർഷത്തിൽ മരണപ്പെട്ടവർ ഈ ഭാഗത്ത്, ഇന്ന വർഷത്തിൽ മരണപ്പെട്ടവർ ഈ ഭാഗത്ത് എന്ന് പ്രത്യേകമായിട്ട് എഴുതി വെച്ച് പ്ലോട്ടുകളായി തിരിച്ച് ഖബർസ്ഥാനുള്ള പള്ളി കൂടെയാണ് ആ പള്ളി. ആ ഖബർസ്ഥാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതൊരു പ്രധാനപ്പെട്ട ഒരു ട്രാവൽ വ്ളോഗർ
ട്രാവൽ ചെയ്യുന്ന ഒരാള് ആ ഒരു പള്ളിയെക്കുറിച്ചും അതിന്റെ പരിസരത്തെക്കുറിച്ചും ഇതേ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ അങ്ങനെ ആളുകളൊക്കെ മരണപ്പെട്ടിരുന്ന ഒരു സമയത്തൊക്കെ അവർ അത്രയും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു മുതൽക്കൂട്ടായി കരുതിയിരുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്തുൽ മുൻജിയ. നിങ്ങൾ മറക്കരുത് സ്വലാത്തുൽ മുൻജിയ. ഞാൻ അതിനെക്കുറിച്ച് അത്രയും പറഞ്ഞത് അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്വലാത്തായതുകൊണ്ടാണ്. നമ്മുടെ മങ്കൂസ് മൗലിദിന്റെ ദുആയിലതുണ്ട്, വേറെയും ചില മൗലിദുകളുടെ ദുആയിലതുണ്ട്. നമ്മുടെ ഉസ്താദുമാരൊക്കെ പലപ്പോഴും പല വേദികളിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ ദുആയില് സ്വലാത്തുൽ മുൻജിയെ കൊണ്ടുവരാറുണ്ട്. അവ നിങ്ങളും അത് പതിവാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത സ്വലാത്ത് എന്താണെന്ന് ചോദിച്ചാലേ, اللهم صل على محمد بعدد من صلى عليه وصل على محمد بعدد من لم يصلي عليه وصل على محمد كما أمرت بالصلاة عليه وصل على محمد كما تحب أن يصلي عليه وصل على محمد كما تنبغي الصلاة عليه. വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണ്. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത് കൂടെയാണ് ഈ സ്വലാത്ത്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്താണ്. മഹാനവർകളെ ചിലർ സ്വപ്നം കാണുകയുണ്ടായി. വഫാത്തിന് ശേഷം അങ്ങനെ സ്വപ്നം കണ്ടപ്പോ മഹാനവർകളോട് ചോദിച്ചു, എങ്ങനെയാണ് അല്ലാഹു അങ്ങയെ സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോ മഹാനവർകൾ മറുപടി പറഞ്ഞത്, അല്ലാഹു എനിക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ പതിവായി സ്വലാത്ത് ചൊല്ലിയിരുന്ന 5 സ്വലാത്ത് വചനങ്ങൾ കാരണം. അപ്പോൾ ചോദിച്ചു, ഏതാണ് ആ 5 സ്വലാത്തിന്റെ വചനങ്ങൾ? അപ്പോൾ മഹാനവർകൾ പറഞ്ഞ സ്വലാത്താണ് ഈ സ്വലാത്ത്. അപ്പൊ ഈ സ്വലാത്തിന്റെ മഹത്വം മനസ്സിലായില്ലേ? മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം മഹാനവർകളെ ചില ആളുകൾ സ്വപ്നം കാണുകയാണ്. ശിഷ്യന്മാര് സ്വപ്നം കണ്ടപ്പോ ചോദിക്കുന്നു, എങ്ങനെയാണ് അല്ലാഹു അങ്ങയെ സ്വീകരിച്ചത്? അങ്ങ് വലിയ ദീനിന് വേണ്ടി സേവനം ചെയ്തവരല്ലേ, സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അല്ലാഹു ഞാൻ 5 സ്വലാത്തുകൾ ചൊല്ലിയ കാരണം കൊണ്ട് എനിക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട സ്വലാത്തായിട്ട് പറഞ്ഞ സ്വലാത്താണ് ഈ സ്വലാത്ത്. കാണാതെ പഠിച്ചു വെച്ചോ, നമുക്കും നാളെ പരലോകത്ത് വിജയിക്കണ്ടേ. ഇമാം ശാഫിഈ തങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചതുപോലെ നമുക്കും ലഭിക്കണ്ടേ. എളുപ്പമുള്ള സ്വലാത്താണ്, ചെറിയ പദങ്ങളാണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ബിഅദദി മൻ സ്വല്ലാ അലൈഹി. അല്ലാഹുവേ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലെ നീ സ്വലാത്തുകൾ ചൊരിയണമേ, വർഷിപ്പിക്കണമേ. അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ എണ്ണം അനുസരിച്ച് ഹബീബായ തങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ എത്ര ആളുകളാണ് അവരുടെ എണ്ണം അനുസരിച്ച്. അതേപോലെ തന്നെ വസല്ലി അലാ മുഹമ്മദിൻ, ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിപ്പിക്കണമേ, അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവരുടെ എണ്ണം അനുസരിച്ച്. അപ്പോ നമ്മള് ചൊല്ലുന്നവരും ചൊല്ലാത്തവരും കൂടി കഴിഞ്ഞാൽ 2 വിഭാഗം ആളുകളെ ഈ ഭൂമിയിലുള്ളൂ, സ്വലാത്ത് ചൊല്ലുന്നവരും ചൊല്ലാത്തവരും. അപ്പൊ അത്ര ഇതിപ്പോ എന്തിനു പറഞ്ഞത്? അത്ര എണ്ണം, ആളുകളുടെ എണ്ണം അനുസരിച്ച് അല്ലെ. അത്രയും സ്വലാത്തുകൾ ഹബീബായ തങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ. പിന്നെയും പറയുന്നു, വസല്ലി അലാ മുഹമ്മദിൻ കമാ അമർത ബിസ്സലാത്തി അലൈഹി. ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിപ്പിക്കണമേ, മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നീ കൽപ്പിച്ച പോലെ. വസല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു അൻ യുസല്ലി അലൈഹി. അതുപോലെ തന്നെ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിപ്പിക്കണമേ. എങ്ങനെയാണോ അവിടുത്തെ മേൽ സ്വലാത്ത് വർഷിപ്പിക്കാൻ നിനക്ക് എങ്ങനെയാണോ ഇഷ്ടപ്രകാരം അതുപോലെ നീ വർഷിപ്പിക്കണമേ. വസല്ലി അലാ മുഹമ്മദിൻ കമാ തംബഗി സ്വലാത്തു അലൈഹി. ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ എങ്ങനെയാണോ അനുയോജ്യമായത് ആ രൂപത്തിൽ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിപ്പിക്കണമേ. വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. ഓരോ സ്വലാത്തിനും വലിയ മഹത്വങ്ങളുണ്ട്. അല്ലാഹു നമുക്കതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെയൊക്കെ പദങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുന്ന് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് സേവ് ചെയ്ത് വെച്ച് ഫോണിൽ നോക്കിയിട്ട് ചൊല്ലാവുന്നതാണ്. അതേപോലെ മറ്റൊരു സ്വലാത്താണ് വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണ്. എന്താണ് ഈ സ്വലാത്തും? മഹാനരായ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സ്വലാത്താണ്.
എന്താണ് ഈ സ്വലാത്തിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലെ സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ തങ്ങളുടെ മേലിലെ അല്ലാഹു സ്വലാത്ത് വർഷിപ്പിക്കട്ടെ. കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. എന്താ അതിന്റെ അർത്ഥം? അവിടുത്തെ ഓർക്കുന്നവർ ഓർക്കുന്ന കാലത്തോളം, ഓർക്കുമ്പോഴെല്ലാം, അശ്രദ്ധ കാണിക്കുന്നവർ അവിടുത്തെ വിസ്മരിച്ച അശ്രദ്ധയായിരിക്കുമ്പോഴെല്ലാം, അപ്പൊ എല്ലാ സമയവും ഉൾക്കൊണ്ടല്ലോ, ഓർക്കുന്നവരും ഓർക്കാത്തവരുമായിട്ടുള്ള ആളുകളെ ഉള്ളൂ ഇവിടെ. അത് നമ്മളങ്ങനെ എല്ലാ വിഷയത്തിലും നമുക്ക് രണ്ട് വിഭാഗം ആളുകളെ ആക്കാം. എങ്ങനെ രണ്ട് വിഭാഗം ആളുകളെ? ഇപ്പോ രണ്ട് വിഭാഗം ആളുകളായിട്ട് എപ്പോഴും നമുക്ക് തരം തിരിക്കുക എന്നുള്ളതാണ് ഏത് കാര്യങ്ങളെയും. ഇപ്പോൾ ഒരു കാരണം പറഞ്ഞാല് ഈ ലോകത്ത് ആകെ ഇതിപ്പോഴത്തെ മൗസാണ്, ഇത് കറുത്ത കളറാണ്. കറുപ്പും കറുപ്പല്ലാത്തവരാണുള്ളത്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കറുപ്പും കറുപ്പല്ലാത്തവരാണ്. അവ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. അപ്പൊ കറുപ്പും കറുപ്പല്ലാത്തവരാണെന്ന് പറഞ്ഞാല് ഒന്നുകിൽ കറുപ്പായിരിക്കും അല്ലെങ്കിൽ കറുപ്പല്ലാത്തവരായിരിക്കും. അവ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം എടുത്തോ. അപ്പോൾ ഞാനിപ്പോ ഇവിടെ ഉള്ള ഒരു തസ്ബീഹ് മാല എടുത്തു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽപ്പെട്ടതാ. ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ കറുപ്പല്ലാത്തവര്, അല്ലേ? ഇതിപ്പോ കറുപ്പല്ലാത്തതാ. ഏത് വസ്തു എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും, കറുപ്പ് കറുപ്പല്ലാത്തത്. നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് പച്ച എടുക്കുക. പച്ച ആയ ഒരു സാധനം എടുത്തിട്ട് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും ഒന്നുകിൽ പച്ചയായിരിക്കും അല്ലെങ്കിൽ പച്ചയില്ലാത്തായിരിക്കും. പച്ച തന്നെ ആയിരിക്കും, പച്ച അല്ലാത്തത് വെള്ള. ഇപ്പൊ നമ്മളിവിടെ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചുമരിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിട്ട് ആ ചുമര് ഏതാന്ന് നോക്കിയാല് അതൊന്നുകിൽ പച്ചയായിരിക്കും അല്ലെങ്കിൽ പച്ച അല്ലാത്തായിരിക്കും. അപ്പൊ അതേപോലെ അല്ലാഹുവിന്റെ മേലിലെ ഹബീബായ തങ്ങളെ ഓർക്കുന്നവരും ഓർക്കാത്തവരും ഏതാളെടുത്താലും ഒന്നുകിൽ ഓർക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഓർക്കാത്തവരായിരിക്കും. ഏതാളുകളെടുത്താലും ഒന്നുകിൽ സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ല. ഇപ്പൊ റൌഫ് എന്ന് പറഞ്ഞാൽ റൌഫിനെടുത്താല് റൌഫ് ഒന്നുകിൽ സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും അല്ലെങ്കിൽ റൌഫ് സ്വലാത്ത് ചൊല്ലാത്തവരായിരിക്കും. അങ്ങനെ അപ്പോ ഈ രൂപത്തിൽ ആവുമ്പോ എല്ലാം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുള്ളത് കൊണ്ടാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ സ്വലാത്താണ് ഇത് പ്രത്യേകമായിട്ട് ഷാഫി ഇമാം അവിടുത്തെ റിസാലയിൽ എഴുതിയൊരു പദവും കൂടെയാണിത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇഹ്യയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. അപ്പോൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ റിസാലയിൽ എഴുതിയ സ്വലാത്തിന് എന്ത് പ്രതിഫലമാണ് നൽകുക എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത്, വിചാരണക്ക് നിർത്തപ്പെടുകയില്ല, ഇതാണ് അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം. അഫ്ളലുസ് സ്വലവാത്തിന്റെ വിഷയം കാണാം. നിങ്ങൾ നോക്കൂ, സ്വലാത്തിന്റെ ഒരു മഹത്വം. അള്ളാഹുവിന്റെ കോടതി എന്ന് പറയുമ്പോൾ അത് എല്ലാം നമ്മുടെ ഇടം വലം എഴുതി വെക്കുന്നുണ്ട്. വിചാരണക്ക് നിർത്താതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്ത് നമുക്ക് പതിവാക്കാം. എങ്ങനെയാണ്? സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണത്. അല്ലാഹു നമുക്ക് ആ സ്വലാത്തുകൾ പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്തുകൾ കൊണ്ട് വിജയിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹുവേ, സ്വലാത്ത് കൊണ്ട് രോഗം മാറിയവരുണ്ട്. സ്വലാത്തുകളെ കൊണ്ട് അത്ഭുതങ്ങളുടെ കവാടങ്ങൾ തുറന്നു കിട്ടിയവരുണ്ട്. സ്വലാത്തുകളെ കൊണ്ട് ദുനിയാവും ആഖിറയും രക്ഷപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. അടുത്ത സ്വലാത്ത്, اللهم صل على محمد وعلى آل محمد ملء الدنيا وملء الآخرة وارحم محمدا وآل محمد ملء الدنيا وملء الآخرة واجز محمدا وآل محمد ملء الدنيا وملء الآخرة وسلم على محمد وآل محمد ملء الدنيا وملء الآخرة. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും ഇഹലോകം നിറയെയും പരലോകം നിറയെയും നീ സ്വലാത്ത് വർഷിപ്പിക്കണേ. ഹബീബായ തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിനും ഇഹലോകം നിറയെയും പരലോകം നിറയെയും നീ കരുണ ചൊരിയണം.
ഹബീബായ തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിനും ഈ ലോകവും പരലോകവും നിറയെ ശാന്തിയും പ്രദാനം ചെയ്യണേ. വസല്ലിം അലാ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ മിൽഅദ് ദുനിയാ വമില്ലൽ ആഖിറ. മഹാനരായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ അബുൽ ഹസനുൽ ഖർഖി എന്നിവരെ ചൊല്ലിയിരുന്ന സ്വലാത്താണിത്. പ്രമുഖരായ പല പണ്ഡിതന്മാരും ഈ സ്വലാത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലുക, വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വലാത്തുകൾ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞത്, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്തതിന് പരിഹാരമാണ്. നമ്മുടെ അടുക്കലുള്ള സ്വലാത്തിന്റെ ലിസ്റ്റ് അവസാനിക്കുന്നില്ല. വളരെ ചെറിയ കുറഞ്ഞ സ്വലാത്തുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ മഹത്വം അഫ്ളലുസ് സ്വലവാത്ത് എന്ന് പറയുന്ന കിതാബ് നോക്കി ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. പിന്നെ നമ്മൾ എല്ലാം കൂടെ വിശദീകരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റു സന്ദർഭങ്ങളിൽ വിശദീകരിക്കാന്ന് കരുതിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി സ്വലാത്തിന്റെ ലിസ്റ്റ് അവസാനിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ഇതിന്റെ മൂന്നാമതൊരു ഭാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വലാത്തുകളും നാലാമതൊരു ഭാഗം പറയാനുള്ള സ്വലാത്തുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാനിത് കൂടുതൽ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എഴുതി തയ്യാറാക്കാത്തതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവും അത് മനസ്സിലാക്കാൻ. ഇൻഷാ അല്ലാഹ് അതിന്റെ മൂന്നാം ഭാഗം വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതിനുള്ള സ്വലാത്തുകളുണ്ട്, ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലുക. ഒരൊറ്റ സ്വലാത്തും കൂടെ, വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അസ്സലാത്തു വസ്സലാമു അദദ മാ ഫി ഇൽമില്ലാഹി അലൈക വഅലാ ആലിക യാ സയ്യിദി യാ റസൂലല്ലാഹ് അഗ്സ്നി സരിഅൻ ബിഇസ്സത്തില്ലാഹ് اللهم صل على الله الصلاة തുടങ്ങുന്നത് എങ്ങനെ الصلاة والسلام عدد ما في علم الله عليك وعلى آلك يا سيدي يا رسول الله أغثني سريعا بعزة الله. അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും മുഴുവൻ വസ്തുക്കളുടെയും എണ്ണമനുസരിച്ച് വർഷിക്കട്ടെ. എന്റെ നേതാവായ എന്റെ യജമാനനായ തിരുദൂതരെ അങ്ങയുടെ മേലിലും കുടുംബത്തിന്റെ മേലിലും അല്ലാഹുവിന്റെ പ്രതാപത്തിനാൽ അങ്ങനെ അതിവേഗം സഹായിച്ചാലും എന്ന് പറഞ്ഞ് അഗ്സ്നി സരീഅൻ ബിഇസ്സത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്സത്ത് കാരണമായിട്ട് കൊണ്ട് വളരെ പെട്ടെന്ന് എനിക്ക് സഹായം നൽകണേ എന്ന് ഹബീബായ തങ്ങളോട് വളരെയധികം മഹത്വമേറിയ സ്വലാത്ത് കൊണ്ട് നമ്മൾ അവലംബമാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്വലാത്താണ് ഇത്. ഒരു മഹാൻ പതിവായി ചൊല്ലിയിരുന്ന സ്വലാത്താണ്. ആ മഹാൻ ഇതിങ്ങനെ പതിവായി ചൊല്ലിയിരുപ്പോ വളരെ പെട്ടെന്ന് അവർക്ക് അതിന്റെ ഫലം ലഭിച്ചു. പലരും ഇത് പരിശോധിച്ചവർക്ക് ബോധ്യപ്പെട്ട വിഷയം കൂടെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി സമയം പോലെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.